സംഘർഷങ്ങൾ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ ഇറാൻ വഞ്ചിച്ചുവെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത്. അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആരോപണം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. Unfortunately, there are some justifications and pretexts that they've been using to justify these attacks on the state of Qatar and the other countries, which is totally rejected, and no one will be able even to justify them. There's a big sense of betrayal. This is the second time. That's why it's also for us. It's been something really significant to see the attack, which was showing that being pre-planned. Once the war started, just maybe an hour after the start of the war, Qatar and the other Gulf countries being attacked right away. And all of us, before this war and repeatedly, we've been saying and repeating that we are not going to take part of any attacks or any wars against our neighbors. We would like to see a peaceful neighborhood. We were helping Iran and the United States in reaching diplomatic solutions. But this miscalculation by the Iranians to attack the Gulf countries we would be like the glimpse of hope to bring some diplomatic solutions to the current conflict. And to be attacked by one of the parties of that conflict, we will prioritize, of course, defending our country and making sure that our people's lives, goes normally, and they, as much as possible, they don't feel these threats coming to our countries. First of all, our message to the Iranian, they have to stop the attacks right away. It should stop instantly. What happened is really a huge shake-up for the trust in the relationship that we have with Iran. We will continue talking to the Iranians. We will continue trying to seek de-escalation. At the end of the day, they are our neighbors. It's a destiny. യെസ്, ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആണ് നമ്മൾ കേട്ടത്. അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും ഭൂമിശാസ്ത്രപരമായ ഒരു ഘടനയനുസരിച്ച് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുക എന്നത് ഏറെ ശ്രമകരം ആണ്. പല രാജ്യങ്ങളെയും ക്രോസ് ചെയ്തുകൊണ്ട് വേണം ഈ മിസൈലുകൾക്ക് ഇസ്രായേലിലേക്ക് എത്താൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അടക്കം തകിടം മറിക്കുന്ന ആക്രമണം ആണ് നടക്കുന്നത്. എണ്ണ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഇത് അജയ്, നമുക്കറിയാമല്ലോ, ഈ യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവർ നിരവധിയാണ്. അത് കണക്ക് ഏതാണ്ട് 1500 അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതേ ഇറാനിൽ തന്നെ അയത്തുള്ള ഖമേനിക്കെതിരെ പ്രതിഷേധം നടത്തിയവരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കണക്ക് ഇതിലും 10 മടങ്ങാണ് എന്നതാണ് വസ്തുത. ആ സമയത്തടക്കം അറബ് രാജ്യങ്ങൾ വലിയ തോതിലുള്ള വിയോജിപ്പ്, എതിർപ്പുകൾ അറിയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി അറബ് രാജ്യങ്ങളിലെ ആളുകൾക്ക് തന്നെ ജീവൻ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് അനുകൂലമാകുന്ന ഒരു നിലപാട് അറബ് രാജ്യങ്ങളിൽ ആരുടെയും ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? കാരണം ഇറാൻ ലക്ഷ്യം വെച്ചത് അമേരിക്കയാണ് ഇതിനെല്ലാം കാരണം എന്ന നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങളുടെ ചിന്തയെ എത്തിക്കുക എന്നതായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു രീതിയിൽ അമേരിക്കയ്ക്കെതിരെ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതുതന്നെയായിരുന്നു ഇറാൻ്റെ ആദ്യഘട്ടത്തിലെ ഒരു ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഗൾഫ് നാടുകളിലെ അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് നേരെയും അതുപോലെ തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ അമേരിക്കയ്ക്ക് നേരെ നിലപാട് സ്വീകരിക്കും എന്ന് ഇറാൻ ആദ്യഘട്ടത്തിലെങ്കിലും വിചാരിച്ചു. എന്നാൽ പിന്നീട് ഈ അറബ് രാജ്യങ്ങളെല്ലാവരും ഇറാനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇറാന് ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്ന പലതരം സംഭവ വികാസങ്ങളാണ്. അതായത് അവിടെ ആയത്തുള്ള അലി ഖമനേയി ഭരണകൂടത്തിന് നേരെ നിരവധി പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായി. ഏറ്റവും പുതിയ പ്രതിഷേധമുണ്ടായത് ഈ വർഷമാണ്. അതിലുൾപ്പെടെ ആ പ്രതിഷേധക്കാരെ സപ്രസ് ചെയ്യാൻ വേണ്ടി നിരവധി തരത്തിലുള്ള ആക്രമണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അത് അറബ് രാജ്യങ്ങൾ
രാജ്യങ്ങളടക്കം അപലപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അറബ് രാജ്യങ്ങളെല്ലാവരും ഈ ഇറാനെതിരാകുന്നത്. മാത്രമല്ല ഇറാനിലുള്ള ഈ ഷിയ വിഭാഗത്തിലെ ഭരണകൂടത്തിനോട് ഈ ഭൂരിപക്ഷം വരുന്ന ഈ സുന്നി ഭരണകൂടങ്ങൾക്ക് വലിയൊരു താല്പര്യമില്ലായ്മയും ഒരു പ്രധാനപ്പെട്ട ഘടകമായി പലരും എടുത്തു കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്നലെ അറബ് ലീഗിൻ്റെ യോഗം ഉൾപ്പെടെ നടന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം എല്ലാവരും ഈ അറബ് ലീഗ് യോഗമാണെങ്കിലും നിലപാടെടുത്തത് ഇറാനെതിരെയാണ്. ഇറാൻ ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിലപാടാണ് അറബ് ലീഗിലും ഉയർന്നു വന്നത്. ആദ്യം US-മായി ചേർന്ന് അറേബ്യൻ രാജ്യങ്ങളെല്ലാവരും പുറത്തിറക്കിയ ഒരു പ്രസ്താവനയും ഇറാനെതിരെ തന്നെയായിരുന്നു. ആദ്യം ഒമാൻ എന്നുള്ള രാജ്യം ഒരു മധ്യസ്ഥത ചർച്ചകൾക്ക് തന്നെയാണ് നേതൃത്വം വഹിച്ചിരുന്നത്. എന്നാൽ ഒമാന് നേരെയും ആക്രമണമുണ്ടായി. എന്നാൽ നിലവിൽ ഒമാൻ പൂർണ്ണമായിട്ട് ഇറാനെതിരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരും ഇപ്പോൾ നിലവിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ആണെങ്കിലും സമ്മർദ്ദം ഒമാന് മേലുണ്ട് ഇപ്പോൾ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ GCC രാജ്യങ്ങൾ മൊത്തത്തിൽ ഇറാനെതിരെ തിരിഞ്ഞുകൊണ്ട് ഇറാൻ മേഖലയിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടും ഇറാൻ യാതൊരുവിധ ഒരു ചർച്ചകൾക്കും തയ്യാറല്ല എന്നൊരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പ്രസിഡന്റ് വ്യക്തമാക്കുന്ന ഒരു കാര്യം അയൽ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടായതാണെങ്കിലും അവിടെ വിമാനത്താവളത്തിന് സമീപം ആക്രമണം നടന്നതാണെങ്കിലും അതെല്ലാം ഇറാൻ വ്യക്തമാക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇവിടെ ഈ എണ്ണപ്പാടങ്ങൾ വഴിയാണ് അവരുടെ ഈ എണ്ണപ്പാടങ്ങൾ വഴി US-ലെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നു, US-ന്റെ വിമാനങ്ങൾക്ക് അഭയം നൽകുന്നു, അവർക്ക് മറ്റ് എല്ലാവിധ സഹായങ്ങളും ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഈ സ്ഥലങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നൊരു ന്യായമാണ് ഇറാൻ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ തങ്ങൾക്ക് നേരെ സമ്മർദ്ദം ശക്തമായിട്ടും യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറാകാതെ എല്ലാവരെയും എതിർത്തുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ കാലം, അതായത് ഒരു 6 മാസത്തോളം ഇതേ തരത്തിൽ തന്നെ പോരാട്ടം തുടരാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ആത്മവിശ്വാസത്തിൻ്റെ ശരിക്കുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഒരു സ്റ്റണ്ടാണെന്ന് തന്നെ സംശയിച്ചാലും അവർ ഇപ്പോഴും ഈ ആക്രമണം തുടരുന്നു എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തെങ്കിലും മിസൈലുകൾ അല്ലെങ്കിൽ ഇത്തരം അവരുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ നേവൽ ഫോഴ്സ് ട്രംപ് പറഞ്ഞതുപോലെ നശിച്ചിരുന്നുവെങ്കിൽ ആ ഒരു തരത്തിലെങ്കിലും അവർ കുറച്ചെങ്കിലും പിന്നോട്ട് വലിയേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അവർ നിലവിൽ ഇപ്പോഴും പഴയതുപോലെ ആക്രമണം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരി, തീർച്ചയായും. എന്തായാലും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ആണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെച്ചിരുന്നത്. എങ്കിൽ അപ്രതീക്ഷിതമായൊരു നീക്കത്തിലൂടെയായിരുന്നു അയത്തുള്ള അലി ഖമേനിയെ അവർ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആരാകും പിൻഗാമി എന്നത് സംബന്ധിച്ച വിവരങ്ങളും സൂചനകളും പുറത്തു വന്നിരുന്നു. അപ്പോഴെല്ലാം ഉയർന്നു കേട്ടിരുന്ന പേരുകളിൽ ഒന്ന് മുസ്തഫ ഖമനേയിയുടേത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.